ഒരു തീരുമാനം എടുക്കേണ്ടത്. എല്ലാം ശരിയായി തീരുമാനം എടുക്കുള്ളൂ വെച്ചാൽ ശരിയാവുമോ? മനസ്സിലായില്ല. തീരുമാനം ചിലത് എടുക്കേണ്ട സമയത്ത് എടുക്കണം. അപ്പം അങ്ങനെ പറ്റാണ്ട വരുമ്പോൾ, ഒരു കൃത്യതയിലേക്ക് എത്താൻ പറ്റാണ്ട വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറിവുള്ളവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിച്ച് അവരുടെ അറിവിൻ്റെ വെളിച്ചം കൂടി നമ്മൾക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. എന്നിട്ടും പറ്റുന്നെങ്കിൽ അതിലേറെ അറിവുള്ളവരെ കണ്ട് അങ്ങനെ കുറേ അറിവ് പലരുടെയും കൂടി ചേർത്ത് നമ്മുടെ ഉള്ളിലിട്ട് നമ്മളൊന്നിങ്ങനെ പാകപ്പെടുത്തി നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു രൂപം കിട്ടും. അങ്ങനെയാണ് തീരുമാനങ്ങളൊക്കെ നേരെയാക്കുക. അല്ലാതെ തോന്നും പോലെ ഇങ്ങോട്ട് ചെന്ന് ചാടിയിട്ട് അപകടമാക്കരുത്. എന്നാലും ഒരു തീരുമാനിക്കേണ്ട സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണം. ഒരു കഴിവാണ് കേട്ടോ. ഒരു സന്ദിഗ്ധ സന്ദർഭത്തിൽ ചിന്തിച്ചാലോചിച്ചൊരു തീരുമാനമെടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എന്ത് ചെയ്യണം? സാധിക്കണം. അങ്ങനെയുള്ളവരെ എന്തായിട്ടുള്ളൂ ജീവിതത്തിൽ നേരെയായിട്ടുള്ളൂ. അല്ലാത്തവരെ നേരെയാവില്ല. അല്ലാത്തവരെ നമ്മൾ പറഞ്ഞില്ലേ, ആരാ പറയണോൻ്റെ മാതിരിയായിട്ട് തീരും. അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല ലോകത്തിലെന്നാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ളവർ അതിനാണ് സ്വപ്രത്യയ സ്ഥൈര്യം എന്നാ പറയുക. വാക്ക് കേട്ട് പേടിക്കണ്ട. എന്താ പേര്? സ്വപ്രത്യയ സ്ഥൈര്യം. എന്ത് സ്വപ്രത്യയ സ്ഥൈര്യം? പ്രത്യയം വെച്ചാൽ തൻ്റെ ഉള്ളിലൊരു തീരുമാനിച്ചൊരു ഉറപ്പില്ലേ, ആ സ്വപ്രത്യയത്തിൽ സ്വന്തം ആ വിശ്വാസ പ്രമാണത്തിൽ സ്ഥിരത ഉണ്ടാവുന്നതിൻ്റെ പേരാണ് എന്ത്? സ്വപ്രത്യയ സ്ഥൈര്യം. അതുള്ളൊരു ചുരുക്കേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് നല്ലോണം ഉണ്ടാവും കേട്ടോ. അവരെ നമ്മൾ കാണുമ്പോഴൊക്കെ നമുക്ക് നല്ല ലാളിത്യം തോന്നിയാലും എന്തുണ്ടാവില്ല? ആ ഇളക്കാട്ടൊന്നും ഉണ്ടാവില്ല. ആരിളക്കിയാലും അവരിളകില്ല. അവരെവിടെ എത്തിയിട്ടുണ്ടാവും? നീന്തി അപ്പുറത്ത് എത്തിയിട്ടുണ്ടാവും. മറ്റവൻ ഇപ്പോൾ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തെക്കോട്ടോ നീന്തട്ടോ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തി എന്താ പറയുക, നീന്തിയ കുറേ കഴിഞ്ഞാൽ ക്ഷീണിച്ചോ ഇല്ലേ, മുങ്ങിയും പോവും. മറ്റവനുള്ളത് നേരെ നീന്തി എവിടെ എത്തി? കരയിലെത്തും ചെയ്തു. അതാണ് ഈ സ്വപ്രത്യയ സ്ഥൈര്യം. എത്തും, ആ കര തന്നെയാണോ കണക്കാക്കി അങ്ങോട്ട് നീന്തുക. അപ്പോൾ എന്ത് ചെയ്യും? നേരെ എത്തും. അവിടേക്ക് തന്നെയാണോ? അല്ല ഇങ്ങോട്ട് ഇങ്ങനെ അല്ല അങ്ങനെ അല്ല അങ്ങനെ. ഇത് ഈ നേരെ നീന്തണതാണ് ഇങ്ങോട്ട് നീന്തി ശക്തി തീർക്കണത്. വെറുതെ തീർക്കുകയാണേ. അപ്പോൾ എന്താവും? എവിടെയും എത്താണ്ട് നശിച്ചു പോവും. ഇപ്പോൾ സ്വപ്രത്യയ സ്ഥൈര്യം ഉണ്ടാവണം, ഒരു ഉറപ്പ്. അത് ധിക്കാരം എന്നല്ല പറയുന്നത്. ധിക്കാരല്ല കേട്ടോ. അത് തെറ്റിദ്ധരിക്കരുത്. അഹങ്കാരം അല്ല അത്. പിന്നെന്താ അത്? നമുക്കൊരു രൂപം ഉണ്ടാ. ഇപ്പോൾ പഠിക്കണ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു രൂപമുണ്ട്, എനിക്ക് ഇന്നതാവണം, ആയേ പറ്റുള്ളൂ ഇന്ന് തീരുമാനമുണ്ടോ? അതിനനുസരിച്ച് പ്രവൃത്തി ഉണ്ടോ? ഉറപ്പുണ്ടോ? പിന്നെ നമ്മൾ നോക്കണ്ട. നമ്മൾ അതിനെ പഠിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്താൽ മതി. എന്തായിക്കോളും? നന്നായിക്കോളും. അല്ലേച്ചാൽ നമ്മളിതിന് ഇനി എന്ത് ചെയ്തിരുത്തിയാലും അതെന്താവില്ല? ഉള്ളിൽ ഈ സാധനം ഇല്ലെങ്കിൽ, നമ്മൾ ആർക്ക് ഉള്ളിലുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിലില്ലെങ്കിൽ എന്തുണ്ടാവില്ല? നേരെയാവില്ല. അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ വേറെ ആരുടെ ഉള്ളിലില്ലെങ്കിലും നേരെയാവും. അതുകൊണ്ടാണ് ഈ കഷ്ടപ്പാടുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ വരുന്ന ചില കുട്ടികളൊക്കെ വലിയ നിലയിലെത്തണതും. ധാരാളിത്തം ഉള്ള പല കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരു നിലയിലും എത്താണ്ട പോകുന്നത് സാഹചര്യക്കുറവുകൊണ്ടല്ല അവൻ എത്താണ്ട പോണത്. മറ്റേ കുട്ടി സാഹചര്യം ധാരാളം ഉണ്ടായതുകൊണ്ടല്ല എത്തിയത്. അർത്ഥം മനസ്സിലാവണില്ലേ? പിന്നെ എന്തുണ്ടായിരുന്നു? ആ കഷ്ടപ്പാടുള്ള വീട്ടിലെ കുട്ടിക്ക് ഉള്ളിലെ ചൂരും ഉണ്ടായിരുന്നു. എന്തിന്? എനിക്ക് എത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതെത്തും. മറ്റേതിന് ഇപ്പം അച്ഛൻ ഉണ്ടാക്കിയിട്ടതുണ്ടല്ലോ അവിടെ ബിന്ദുവും പിന്നെ പ്രത്യേകം. അച്ഛൻ ധാരാളം, അമ്മ ഉണ്ടാക്കി ധാരാളം ഉണ്ടാക്കി. ഈ ധാരാളിത്തം ഉണ്ടാവുകൊണ്ട് എന്ത് തോന്നുന്നില്ലേ? അതിനൊറ്റയ്ക്ക് തോന്നേണ്ടതില്ല. അത് ശരിക്കും ചിന്തിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിത്യസ്യ. അപ്പം അന്തവാൻ എന്ന് പറഞ്ഞാൽ അന്തമുള്ളത്, അറ്റമുള്ളത് എന്ന് പറഞ്ഞാൽ. അറ്റം വെച്ചാൽ നാശമുള്ളത്. അപ്പം അന്തവാൻ എന്ന് പറഞ്ഞാൽ നാശമുള്ളത്. അന്തവന്തഃ, അന്തവാൻ, അന്തവന്തൗ, അന്തവന്തഃ എന്നുള്ള ബഹുവചന സ്വരൂപമാണ് എന്ത്? അന്തവന്തഃ എന്ന് പറഞ്ഞത്. അപ്പം അന്തവത്തുക്കളായ ദേഹാഹ, ദേഹങ്ങളെന്ന് ബഹുവചനല്ലേ പറഞ്ഞത്? ഒരു ദേഹത്തിൻ്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്. ഇമേ ദേഹാഹ എന്നല്ലേ പറഞ്ഞത്. ഇക്കണ്ട ദേഹങ്ങൾ എങ്ങനെയുള്ളതാണ്? ശരീരിണഹ, ശരീരിയുടേതാണ്, ആത്മാവിൻ്റെയാണ്. അപ്പം നമ്മൾ എങ്ങനെ പറയണം? ഇമേ ദേഹാഹ ആണ്. എങ്ങനെയുള്ള ദേഹങ്ങൾ? അന്തവന്തഃ ഇമേ ദേഹാഹ എന്ന് പറയണം. നാശമുള്ളതായ ഈ ദേഹങ്ങൾ, നാശം ഉള്ളതായ ഈ ദേഹങ്ങൾ. എല്ലാ ദേഹത്തിനും നാശമുണ്ടല്ലോ. എല്ലാവരുടെയും ദേഹത്തിന് നാശമല്ലേ? അപ്പോൾ നാശമുള്ളവകളായ ഈ ദേഹങ്ങൾ ആരുടെയാണ്? ശരീരിണഹ, ശരീരയുടെയാണ്. അപ്പോൾ ശരീരത്തിന് നാശമുണ്ട്, ദേഹത്തിന് നാശമുണ്ട്. ആരുടെ ദേഹത്തിന്? ആത്മാവിനുണ്ടോ? ഇല്ല. അപ്പോൾ ശരീരത്തിന് നാശമുണ്ട്, ശരീരിക്ക് ഇല്ല. ശരീരി എങ്ങനെയുള്ളതാണ്? ശരീരിച്ചാൽ ആത്മാവ്, ശരീരമുള്ളവനായ ആത്മാവ്. ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയും നിത്യസ്യ. നിത്യസ്യ
അത് നിത്യമാണ്, എന്നുണ്ട്. സ്വർണ്ണം എന്നുണ്ട്. മാല ഉരുക്കെന്ത് വരെയുള്ളൂ. ചട്ടാൻ്റെ കയ്യിൽ കിട്ടി ഉരുക്കി കഴിഞ്ഞാൽ എന്തായി? മാലയല്ലാണ്ടേ. കമ്മൽ ഏത് വരെയുണ്ട്? അത് ഉരുക്കി വളയാക്കണത് വരെയുണ്ട്. ശരിയല്ലേ ഇത്? അപ്പോൾ അതൊക്കെ അന്ധവത്തുക്കൾ. അപ്പോൾ ഈ ശരീരം ഇതുപോലെയാണ്. ഇതുപോലെ ഈ പറഞ്ഞ അന്ധവത്തുക്കള ഇതൊക്കെ. അപ്പം ഇതൊക്കെ ആരുടെയാണ്? നിത്യനായ. നിത്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നിലനിൽക്കണതിനാണ് എന്താ പറയണത്? നിത്യൻ എന്ന് പറയുന്നത്. നിത്യസ്യ, നിത്യനായ, എന്നും നിലനിൽക്കുന്നതായ. എന്നിട്ട് ഇനി പറയുകയാണ് അനാശിന, നാശമില്ല. അതെന്നല്ലേ നേരത്തെയും പറഞ്ഞത്? നിത്യസ്യ എന്ന് പറഞ്ഞു. പിന്നെ അനാശി. അനാശി നാശമില്ലാത്തത്. നാശമില്ലാത്തതല്ലേ നിത്യമായത്? പിന്നെ ഇതിനെ രണ്ടെണ്ണം പറഞ്ഞത് തെറ്റിപ്പോയതാവും അല്ലേ? അങ്ങനെ തോന്നില്ലേ? തെറ്റിപ്പോയതാണോ? അല്ല, അതിനൊക്കെ അർത്ഥമുണ്ടേ. അപ്പം നിത്യസ്യ അനാശിന എന്ന് പറയാൻ കാരണം ഈ നാശം രണ്ട് ജാതിയിലുണ്ട് ലോകത്തിൽ. എന്താണ് രണ്ട് ജാതി നാശം എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി, നമ്മളെന്ത് പറയും? ആ കാലം കഴിഞ്ഞു, ആ ഒരു വലിയ കാലമായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ പാട്ട് പാടിയാൽ അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞില്ലേ ആ പാട്ടിൻ്റെ ഒരു കാലം. ശരിയല്ലേ? അദ്ദേഹം മരിച്ചു പോയി, ഇനി അദ്ദേഹം ഇല്ലല്ലോ, പാടില്ലല്ലോ, ആ പാട്ടിനി നമ്മൾ കേൾക്കില്ലല്ലോ. പണ്ട് പാടിയത് കേൾക്കണ്ടേ? ഇപ്പം നമുക്ക് പണ്ട് പാടിയതും കേൾക്കാൻ സൗകര്യം ഉണ്ടാവുകൊണ്ടല്ലേ. ഒരു 10-100 കൊല്ലം മുമ്പ് നല്ല പാട്ട് പാടുന്ന ഒരാൾ മരിച്ചു പോയാൽ വലിയ നഷ്ടമാണ്. എന്താ കാരണം? ഇനി എവിടെ നിന്ന് കേൾക്കും അത്? ആ പാടുമ്പോഴല്ലേ ഒന്ന് കേൾക്കാൻ വയ്ക്കും. സൂക്ഷിച്ച് വെക്കാൻ ഏർപ്പാടൊന്നുമില്ലല്ലോ, എന്നാൽ സൗകര്യം ഇല്ലല്ലോ. ഇന്നിപ്പോൾ നമുക്കൊക്കെ പെട്ടിയിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചോണ്ട് ഇപ്പം മോഹം ഉണ്ടാകുമ്പോൾ എടുത്ത് വെച്ച് പാടി കേൾക്കാം. അതുകൊണ്ട് ഈ പറയുന്നതിന് അത്ര ഭംഗി തോന്നില്ല. എന്നാലും ആ 100 കൊല്ലം മുമ്പത്തെ കാര്യത്തിൽ ആലോചിച്ച് നോക്കൂ. എന്തായി? മരിച്ചു പോയാൽ എന്ത് പറയും? അദ്ദേഹം ഇല്ലാണ്ടേ എന്ന് പറയും. ശരിയോ തെറ്റോ? അങ്ങനെ പറയാറില്ലേ? ഒന്ന് ഇനി വേറെ ഒരാളുണ്ടായി, അദ്ദേഹത്തിന് വയ്യാണ്ടേ കിടപ്പായി, മരിച്ചിട്ടൊന്നുമില്ല, കിടപ്പിലായി. എന്ത് പറയും? അത് കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? എന്തോ വയ്യായ വന്നിട്ടേ കിടപ്പായി. അപ്പം നമ്മളെന്ത് പറയും? എന്താരും മിണ്ടാത്തത്? ഇതൊക്കെ നമ്മൾ നാട്ടിൽ പറയാറില്ലേ? ആ വയ്യാണ്ട കിടപ്പായി. അപ്പം നമ്മളെന്ത് പറയും? അതും ഇല്ല, മരിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ കിടക്കാൻ. മിണ്ടും കഴിക്കും പിടിച്ചായിരിക്കും. ഇത് കഴിഞ്ഞു പോയി. എങ്ങനെയുണ്ട്? ഇപ്പം ഇത് രണ്ടും രണ്ട് തരത്തിലെ നാശമായിട്ടാണ് പറയുക. ഏതാണ്? ഒന്ന് മരിച്ചിട്ടില്ലാണ്ട് ആവണതും ഒരു നാശം. മറ്റത് മരിച്ചിട്ടില്ലെങ്കിലും ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്തിലാണോ അറിയപ്പെട്ടത്, ആ അറിയപ്പെട്ട വ്യക്തിത്വം പ്രകാശിപ്പിക്കാൻ വയ്യാത്ത വിധത്തിലായാൽ എന്ന് പറയും. ഇപ്പോൾ പാട്ടുകാരനാണെങ്കിൽ പാട്ടിൻ്റെ പേരിലല്ല അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് പട്ടത്തമാരി നിന്ന് വലിയ ഗായമായിട്ട് പാടാൻ പറ്റാത്തൊരു സ്ഥിതി വന്നുള്ള വയ്യായ വന്ന് നമ്മൾ എന്ത് പറയും? ആള് കഴിഞ്ഞു, അത് കഴിഞ്ഞു എന്ന് പറയില്ലേ? അതാണ്. അപ്പം ഈ രണ്ട് തരം നാശങ്ങളും ഇല്ലാത്തതാണെന്ന് കാണിക്കാനാണ് എന്ത് പറഞ്ഞത്? നിത്യസ്യാന്നും അനാശിന എന്നും പറഞ്ഞത്. ഇവിടെ കിട്ടിയോ? നിത്യസ്യ എന്നുള്ളതുകൊണ്ട് സർവനാശം ഇല്ല, അനാശി എന്നുള്ളതുകൊണ്ട് ക്രിയാനാശം ഇല്ല. ക്രിയാനാശം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ വയ്യാണ്ട കിടപ്പായാൽ ഉണ്ടാവണ നാശത്തിൻ്റെ ഏർപ്പാട്. ആ രണ്ട് നാശങ്ങളും ഇല്ല എന്ന് കാണിക്കാനാണ് നിത്യസ്യ അനാശിന എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞു അപ്രമേയസ്യ, അപ്രമേയനാണ് ശരീരി അല്ലെങ്കിൽ ആത്മാവ്. അപ്രമേയൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറയും? പ്രമേയം, പ്രമാണം, രണ്ട് സാധനമുണ്ട്. എന്താണ് പ്രമേയം, പ്രമാണം? ഈ പ്രമേയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നിയമസഭയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാസ്സാക്കണ്ടൊന്ന്. അതല്ല പ്രമേയം. പ്രമേയം പാസ്സാക്കിയ പോലെ വിശ്വാസ പ്രമേയം അങ്ങനെ കേട്ടിട്ടില്ലേ? പ്രമേയം എന്താ? ഇല്ലെങ്കിൽ ഓരോന്നിനെ കുറിച്ചിട്ട് ഓരോരുത്തരെ പ്രമേയം പാസ്സാക്കുക എന്നാണ്. അതല്ല കേട്ടോ പ്രമേയം, തെറ്റിദ്ധരിക്കരുത്. എന്താ കാരണം ചോദിച്ചാലേ, നമ്മൾ ഈ ശാസ്ത്രവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഇപ്പം ആധുനിക സമൂഹത്തിൽ കേൾക്കണ വാക്കുകളായിട്ട് എന്ത് ചെയ്യും? ഇപ്പം സംസ്കൃതത്തിലൊന്നും വലിയ പാണ്ഡിത്യം, വലിയ പെരുമാറൊന്നും പതിവില്ലാത്ത ആളുകളൊക്കെ പെട്ടെന്ന് എവിടേക്കാണ് ധാരണ പോവുക? ഈ പറയുന്ന പ്രമേയം അതൊന്നും അല്ല കേട്ടോ, അതൊന്നും എടുക്കരുത്. പ്രമേയം നമ്മളിന്ന് കാണുന്നതിൽ പ്രമേയം, പ്രമാണം രണ്ടെണ്ണം ഉണ്ട്. പ്രമാണം എന്ന് പറഞ്ഞാൽ മാനം. മാനം എന്താർത്ഥം? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? മാനദണ്ഡം, ദണ്ഡം ചാൽ കോല്, മാനം ചാലോ അളവ് കോല് നന്നായില്ല വെച്ചാൽ നമ്മുടെ മാനം പോകും. അത് വേറെ കാര്യം ഇല്ലേ? അളവൊന്നും കൃത്യമാവില്ല,
അപ്പോൾ കാര്യങ്ങൾ ശരിയാവില്ല. അപ്പം മാനം എന്ന് പറഞ്ഞാൽ അളവ്, ദണ്ഡം, കോല്. അപ്പം മാനം അളക്കാനുള്ള കോല്. അപ്പോൾ ഓരോന്നിനും ഓരോ മാനദണ്ഡമാണ്. ദൂരം അളക്കാനുള്ള മാനദണ്ഡം എന്താണ്? ദൂരം കിൻഡലോ? കിൻഡലും ടണ്ണൊന്നുമല്ല ദൂരം അളക്കാൻ. ഇത്ര ടൺ ദൂരം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിനെന്താണ്? കിലോമീറ്റർ, മീറ്റർ, സെൻറ്റിമീറ്റർ, എന്താ വെച്ചാൽ മില്ലിമീറ്റർ, എന്താ വെച്ചാൽ മീറ്റർ ജാതിയിലാണ് നമ്മൾ പറയുക. ഭാരം അളക്കാനാണെങ്കിലോ കിലോമീറ്റർ, 3 കിലോമീറ്റർ അരി വേണമെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. അതിന് കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം, സെൻറ്റി, എന്താ വെച്ചാൽ ചെറിയ ഗ്രാം എത്ര വെച്ചാൽ അത് അങ്ങനെ ഗ്രാം വെച്ചിട്ട് വലിയ വലിയ അളവിലൊക്കെ പറയും നമ്മൾ. അതുപോലെ വെള്ളമാണെങ്കിൽ വെളിച്ചെണ്ണ വാങ്ങാൻ പോകുമ്പം എന്താ ചെയ്യുക? ലിറ്റർ എന്നാണ് പറയുക. അല്ലാതെ നമ്മൾ ഇത്ര കിലോമീറ്റർ വെള്ളം എന്നൊന്നും പറയില്ല ആണ്. അപ്പോൾ ഓരോന്ന് അളക്കണമെങ്കിൽ ഓരോ മാനദണ്ഡമാണ്. അപ്പം മാനം ചൽ അളവ് എന്നർത്ഥം. പ്രമാനം എന്ന് പറഞ്ഞാലോ പ്രകൃഷ്ടമായ മാനം. മാനം ച അളവ്, പ്രകൃഷ്ടം നല്ല രീതിയിൽ അളക്കാനുള്ളത്. ഈ പ്രമാനം ആണ് പ്രമാണം. മനസ്സിലായില്ലേ? ഈ രേഫം വന്നാൽ പദത്തിൽ എന്ത് വരും? നകാരം ഉണ്ടെങ്കിൽ നകാരാവും എന്നാണ്. രക്ഷാഭ്യാം നോണ സമാന പദേ അട്കുപ്പ് അന്നും വ്യവായേപി എന്നൊരു പ്രമാണമുണ്ട് പാണിനിക്ക്. ഒന്നും കേട്ട് പേടിക്കണ്ട. ഇതൊക്കെ വ്യാകരണ നിയമങ്ങളാണ്, വെറുതെ അല്ല ഇതൊക്കെ. അപ്പം പ്രമാനം പ്രമാണം എന്നാവും. അപ്പം പ്രമാണം ചാസ്ത്ര എന്താർത്ഥം? പോയി കഴിയുന്നു. മാനം ച എന്താണ്? അളവ്. ഇപ്പം പ്രമാനം എന്ന് പറഞ്ഞാലോ ശരിയായിട്ട് വേണ്ടത് വേണ്ട മാതിരി അളക്കാനുള്ളതായ ആ ഒരു സംവിധാനം. പ്രമാണം എന്ന് പറഞ്ഞാൽ ശരിയായ അളവുകോല് എന്നല്ലേ പദാർത്ഥം. അപ്പോൾ ഈ പ്രമാണം എന്തിനുള്ളതാണ് പ്രമാണം? അളവുകോല് എന്തിനുള്ളതാണ്? എന്തളക്കാൻ? ഓരോന്നും അളക്കാൻ. ഇപ്പോൾ ദ്രാവകാവസ്തു അളക്കാൻ, ഖരവസ്തു അളക്കാൻ, അകലം അളക്കാൻ, ചൂടളക്കാൻ, തണുപ്പളക്കാൻ, പിന്നെ എന്താണ് ഭൂമി കുലുങ്ങിയത് അളക്കാൻ. ഭൂമി കുലുങ്ങിയതിൻ്റെ കണക്ക് അളക്കാനുള്ള വിദ്യയുണ്ട്. മഴ പെയ്തത് എങ്ങനെ അളക്കുക? മഴ പെയ്തത് അളക്കില്ലേ? നമ്മൾ മുറ്റത്ത് നിന്ന് ഇങ്ങനെ അളന്ന് നോക്കിയാൽ കിട്ടുമോ മഴ പെയ്തത് എത്രയാണെന്ന്? അതിൻ്റെ ശാസ്ത്രജ്ഞന്മാർക്ക് അതിൻ്റെ അളവിന് വ്യവസ്ഥയുണ്ട്. ഭൂമി കുലുങ്ങിയത് പാത്രമൊക്കെ വീണ് പൊട്ടിയത് നമുക്കറിയില്ല. നമ്മൾ അളക്കാൻ നിന്നില്ല, നമ്മൾ ഓടാനാണ് നിന്നത്. എന്തിനാ? ഭൂമി കുലുങ്ങുമ്പോൾ പാത്രം കിണ്ടിയൊക്കെ അലമാരയും വന്ന് ഇവിടെ പറഞ്ഞ് വീഴുമ്പോൾ നമ്മൾ നിൽക്കട്ടെ, നാളെ നോക്കട്ടെ എത്ര കണ്ട് കുലുങ്ങിയെന്ന്. നമ്മൾ ഓടി മുറ്റത്തേക്ക് പോയിട്ടാണ് നോക്കുക ഇനി തലയിലേക്ക് വല്ലതും വരുന്നുണ്ടോയെന്ന്. ശരിയല്ലേ ഇത്? അപ്പോൾ അതിന് ശാസ്ത്രീയമായൊരു സംവിധാനമുണ്ട്. ഭൂമി കുലുങ്ങി ഇത്ര റിക്ടർ സ്കെയിലിൽ. എന്ത് സ്കെയിൽ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല സ്കെയിൽ. മീറ്റർ സ്കെയിൽ, സെൻറ്റിമീറ്റർ സ്കെയിലൊക്കെ നമ്മൾ ധാരാളം കണ്ടതാണ്. പക്ഷേ എന്ത് സ്കെയിലാണ്? റിക്ടർ സ്കെയിലിൽ എത്ര കുലുങ്ങി എന്നൊക്കെ പറയില്ലേ അവരെ? അളവ് പറയും. അപ്പോൾ അതൊരളവാണ്. നമുക്കറിയില്ലെങ്കിൽ അങ്ങനെ ഒരു അളവുണ്ട്. ആ ഭൂമിയുടെ ആ ചലനത്തിനെ കണക്കാക്കി അറിയാനും മനസ്സിലാക്കാൻ എത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ മനസ്സിലാക്കാൻ, അത് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് തീരുമാനിക്കാനൊക്കെ ഉള്ള അളവ്. അപ്പോൾ ഓരോരോ സംവിധാനങ്ങളെ അളക്കാൻ ഓരോരോ അളവുകോലാണ്. അപ്പോൾ പ്രമാണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ അളക്കണ പ്രമാണം കൊണ്ട് ദൂരത്തിനെ അളക്കാൻ പറ്റില്ല. ദൂരത്തിനെ അളക്കണ പ്രമാണം കൊണ്ട് ഭാരത്തിനെ അളക്കാൻ പറ്റില്ല. ഭാരത്തിനെ അളക്കണ പ്രമാണം കൊണ്ട് ഉഷ്ണത്തിനെ അളക്കാൻ പറ്റില്ല. ഉഷ്ണത്തിനെ അളക്കണ പ്രമാണം കൊണ്ട് ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുണ്ട്. ഓരോന്നിനെ അളക്കാനും ഓരോരോ പ്രമാണമാണ്. അപ്പം ഇപ്പം നമുക്കിവിടെ ഇപ്പം എന്താ നമുക്ക് അറിയേണ്ടത്? എന്തിനെ അളന്നറിയാ വേണ്ടത്? ശരീരിച്ചെന്താ? ആത്മാവ്. ആത്മാവ് എങ്ങനെയാണ്? അതിൻ്റെ സ്വരൂപം എന്താണ്? സമ്പ്രദായം എന്താണെന്നല്ലേ പറയേണ്ടത്? അതിനെ അളന്നെടുക്കേണ്ടതിനാണ് എന്ത് പറയുന്നത്? പ്രമാണം. അതിനൊരു പ്രമാണം ഉണ്ടാവില്ല. അതെങ്ങനെയാണെന്ന് അറിയാനൊരു പ്രമാണം ഉണ്ടാവില്ലേ? അപ്പം ഏത് പ്രമാണം കൊണ്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പോൾ പ്രമാണങ്ങൾ കുറേ ഉണ്ട്. പ്രത്യക്ഷമുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ പ്രത്യക്ഷ ഒരു പ്രമാണമാണ്, ഒരളവുകോല പ്രത്യക്ഷം കൊണ്ട് നമ്മൾ എന്താ? പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവണം. ഇന്ദ്രിയങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്നൊക്കെ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളായിട്ട് സംസർഗത്തിൽ വരുമ്പോൾ ഉണ്ടാവണ വിവരത്തിൻ്റെ പേരാണ് എന്ത്? പ്രത്യക്ഷം. ഇപ്പം കണ്ണുകൊണ്ട് നമ്മളിപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളെ കാണണു, ചെവി ഉണ്ടല്ലോ. കണ്ണ് കാണാത്തൊരാൾക്ക് ചെവി എത്ര നന്നായാലും എന്ത് കാണാൻ പറ്റില്ല? മുമ്പിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേൾക്കാൻ പറ്റുമായിരിക്കും. ചെവി കേമാണെങ്കിൽ. കണ്ണ് നന്നായാലേ എന്ത് കാണാൻ പറ്റുള്ളൂ? ആളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ണുകൊണ്ട് കാഴ്ച മാത്രമേ പറ്റുള്ളൂ. അപ്പം മുമ്പിൽ നിൽക്കുന്ന രൂപത്തെ അറിയാൻ എന്ത് വേണം? രൂപത്തെ അളക്കാനുള്ള പ്രമാണമാണ് എന്ത്? കണ്ണ്. അപ്പോൾ കൂട്ടാനിൽ ഉപ്പുണ്ടോ എന്നറിയാൻ എന്ത് ചെയ്യണം? 2 തുള്ളി കൂട്ടാൻ കണ്ണിൽ വീഴ്ത്തി നോക്കുക. ചെവിയിലോ? ഇന്ന് വീഴ്ത്താണ്ടിട്ടോ പോയിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണില്ലേ നമ്മൾ.
ആ ചെവിയിലും മൂക്കിലും കണ്ണിലും പിന്നെ ഒന്നും ഇത് വീഴ്ത്തി നോക്കിയിട്ട് കാര്യമില്ല. ഒരു 2 തുള്ളി എവിടെ വീഴ്ത്തണം? നാവിൽ വീഴ്ത്തണം. അപ്പം നാവിൻ്റെ മുകളിൽ വീഴ്ത്തിയാലേ മധുരമുണ്ടോ, എരിവുണ്ടോ, പുളി കൂടിയോ കുറഞ്ഞോ, അല്ല കയ്പ്പ് നല്ലോണം ഉണ്ടാവുമ്പോൾ ഇത് ഈ വെള്ളരിക്കൊക്കെ എന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? നാവന്നെ വേണം. ശരിയല്ലേ? അപ്പം നാവ് എന്തളക്കാനുള്ളതാണ്? രസം. രസം ഉണ്ടോ ഇല്ലയെന്ന്. അപ്പം നാവ് എന്തിനുള്ള പ്രമാണമാണ്? രസം എന്ന ആ ഒരു സമ്പ്രദായത്തെ അറിയാനുള്ളതാണ് രസം. ഇല്ലേ? ഇനി മണം ഉണ്ടോ ഇല്ലേ, എലി ചത്തിട്ടുണ്ടോ ഇല്ലേ, അല്ലെ പൂ വിരിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നെങ്ങനെ അറിയും? തൊട്ട് നോക്കി ആ വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. നോക്കട്ടെ, പൂ വിരിഞ്ഞോ നോക്കട്ടെ. ചെവി വട്ടം പിടിച്ചാൽ കിട്ടുമോ? എലി ചത്തുമോ മാളികേമ്പിലെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെവി വട്ടം പിടിച്ചാൽ കിട്ടുമോ? പറ്റില്ല. ശരിയല്ലേ ഇത്? അപ്പോൾ നമുക്കതിന് എന്തെന്നെ വേണം? മൂക്കന്നെ വേണം. മൂക്ക് ജലദോഷമൊന്നും പിടിച്ചാൽ നമുക്കൊരു മണം മനസ്സിലാവില്ല. മൂക്ക് കണ്ടില്ലേ? ജലദോഷം കണ്ട് കലശലായി വന്നാൽ മൂക്കിൻ്റെ എന്ത് പോവും? മണം. അപ്പം നല്ല ഗന്ധം മനസ്സിലാവില്ല, ചീത്ത ഗന്ധം എലി ചത്ത് മൂക്കിൻ്റെ ചോട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ പറയുന്നു. എന്താ കാരണം? നമ്മൾ അറിയണില്ല. നല്ല മൂക്കാണെങ്കിലോ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അറിയുകയും ചെയ്യും. അപ്പോൾ മൂക്കൊണ്ട് നമുക്ക് എന്തേ അറിയാൻ പറ്റുള്ളൂ? രുചി അറിയാൻ പറ്റില്ല, ശബ്ദം അറിയാൻ പറ്റില്ല, ഒന്നിനെയും കാണാൻ പറ്റില്ല, തൊട്ട് നോക്കി അറിയാൻ പറ്റില്ല. എങ്ങനെ അറിയാൻ പറ്റുള്ളൂ? മണം, ഗന്ധം. അപ്പം ഗന്ധം അളക്കാനുള്ള ഉപകരണമാണ്, പ്രമാണമാണ് ഏത്? മൂക്ക്. അപ്പം രൂപം കണ്ണ്, രസം നാവ്, ഗന്ധം മൂക്ക്, ശബ്ദത്തെ അളക്കാനുള്ള ഉപകരണം എന്താണ്? ചെവി. അതുപോലെ ഇപ്പം പാത്രത്തിന് ഉരുളിക്ക് ചൂടുണ്ടോ ഇല്ലേ നമ്മൾ എങ്ങനെയാണ് അറിയുക? പുസ്തകം നോക്കിയിട്ടോ? ഉരുളിക്ക് ചൂടുണ്ടോ നോക്കട്ടെ, പുസ്തകം നോക്കട്ടെ. 8ാമത്തെ പേജ് നോക്കൂ, ചൂടുണ്ടല്ലേ? അടുപ്പത്തിരിക്കണം, ഉരുളിക്ക് ചൂടുണ്ടോ എന്ന് അറിയാം. പുസ്തകം നോക്കിയാൽ മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ചെവി വട്ടം പിടിച്ചാൽ മനസ്സിലാവുമോ? ഇല്ല. മണക്കാൻ പോകണ്ട കേട്ടോ, പിന്നെ മൂക്ക് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ ഇങ്ങനെ ആ കൈ എങ്ങനെ ആ ഉരുളിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരണതിനനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാവും? നല്ല ചൂടുണ്ടെന്നും. അപ്പോൾ നമുക്ക് അടുത്തേക്ക് വരുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഉവുണ്ട് തൊണ്ട നല്ലോണം ചൂടുണ്ട്. അത്രയ്ക്കില്ല, എടുത്തോളൂ ഉരുളി എടുത്തോളൂ. ചെന്തർത്ഥം പിടിക്കാവുന്ന ചൂടൊക്കെ തന്നെയുള്ളൂ. വെള്ളം കുടിക്കാനായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ആ പാത്രം പിടിച്ച് നോക്കിയിട്ട് ഒന്നും അങ്ങനെയൊക്കെ തോന്നില്ലേ നമ്മൾ? അതുകൊണ്ട് ഈ പണ്ടൊക്കെ നമ്മൾ ഈ ഓട്ട് ഗ്ലാസ്സിലൊക്കെ അല്ലേ വെള്ളം കുടിക്കുക. അപ്പോൾ ചൂടുണ്ടോ ഇല്ലേ എന്നാൽ ഇപ്പോൾ ഈ മറ്റേ കുപ്പിയുടെ ചില്ലിൻ്റെ ഗ്ലാസ് ആയതുകൊണ്ട് അതിൽ ഉള്ളിലിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലാവാത്ത വായിക്കാൻ കിടക്കാൻ മഴുത്തിയാൽ പിന്നെ വിലങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ആരെയും തിളച്ച വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചാൽ നമ്മൾ പുറത്തേക്ക് ഈ ഗ്ലാസ് ചില്ലിൻ്റേതാവുമ്പോൾ പുറത്തേക്ക് വേണ്ട മാതിരി ഉള്ളിത്തതിൻ്റെ ചൂടിൻ്റെ കണക്ക് പുറത്തേക്ക് മനസ്സിലായി. ലോഹത്തിൻ്റെ വെച്ചാൽ മനസ്സിലാവും. വല്ല ഓടിൻ്റെയോ അല്ലെങ്കിൽ പിച്ചളയുടെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏത് ലോഹമാണെങ്കിലും പുറത്തേക്ക് കുറേശ്ശെ അറിയും. അപ്പം തൊട്ട് നോക്കിയാലേ എന്താ അറിയുള്ളൂ? അപ്പോൾ തൊട്ടറിയേണ്ടത്. അപ്പോൾ ഈ ഓരോന്ന് അറിയാൻ നമ്മൾക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് 5 പ്രമാണങ്ങൾ. ഏതൊക്കെയാണ്? രൂപം കണ്ണുകൊണ്ട്, രസം നാവുകൊണ്ട്, ഗന്ധം മൂക്കൊണ്ട്, സ്പർശം ത്വക്കുകൊണ്ട്, ശ്രവണം ചെവിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 5 വിഷയങ്ങൾ ലോകത്തിലുള്ളതിനെ അറിയാൻ തന്ന പ്രമാണമാണ് ഏത്? 5 പ്രമാണങ്ങൾ. ഈ 5 പ്രമാണങ്ങളെ കൊണ്ട് ആത്മാവിനെ അറിയാൻ പറ്റുമോ? കണ്ടറിയാൻ പറ്റുമോ? അപ്രമാണം പോയി. കേട്ടറിയാൻ പറ്റുമോ? പോയി. മണത്ത് നോക്കി അറിയോ? ഇല്ല. രുചിച്ചു നോക്കി അറിയോ? ഇല്ല. തൊട്ട് നോക്കി അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടൊന്നും അളക്കാൻ പറ്റില്ല. പറ്റുമോ? അപ്പോൾ ആ പ്രമാണം ഇവിടെ ചിലവാകുന്നില്ല. മറ്റേതൊക്കെ പറ്റും. മുമ്പിൽ നിൽക്കണ കാണാനും കേൾക്കാനും അറിയാനൊക്കെ പറ്റും. അതുപോലെ 2ാമത്തെ പ്രമാണമാണ് അനുമാനം. അനുമാനം വെച്ചാൽ കണ്ടതുകൊണ്ട് കാണാത്തതിനെ അറിയാനാണ്. നമ്മൾ അനുമാനിച്ചെടുക്കാൻ പറ്റുമോ? അനുമാനിക്കാൻ പറ്റുമോ ആത്മാവിനെ? അനുമാനിച്ചാൽ അറിയാൻ പറ്റില്ല. പിന്നെ ഉപമാനമാണോ? ഉപമാനം പറഞ്ഞ് ആ പരിചയമുള്ള ആളെ കണ്ടിട്ട് അതുപോലെയുള്ള മറ്റേ ആളെ, ഇരട്ട കുട്ടികൾ 2 ആളുണ്ട്. ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്, അയാളെ നമ്മൾ കണ്ടിട്ടുണ്ട്, മറ്റേ ആളെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെങ്ങനെ തിരിച്ചറിയും? അത് അദ്ദേഹത്തിന് അതന്നെ അതേ രൂപം, അതേ ഇരട്ടോളാണേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇദ്ദേഹത്തെ കണ്ട രൂപം കൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുക്കുക. സാദൃശ്യം കൊണ്ടാണ് നമ്മൾ അറിയാത്ത അദ്ദേഹത്തെ അറിഞ്ഞത്. അങ്ങനെ ആത്മാവിനെ ഒന്നിൻ്റെ സാദൃശ്യം കൊണ്ട് ആത്മാവിനെ അറിയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എങ്ങനെ അറിയാനാണ്? അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അങ്ങനെ അനുപലബ്ധി, ഐതിഹ്യം. ഈ ജാതി പ്രമാണങ്ങളെ കൊണ്ടൊന്നും ആരെ അറിയാൻ പറ്റില്ല? ആത്മാവിനെ അറിയാൻ പറ്റില്ല. അങ്ങനെ പ്രമാണങ്ങളൊക്കെ വിഷയമാവാതെ പ്രമാണങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തതായ വിധത്തിലിരിക്കുന്നതാണ് ആത്മാവിൻ്റെ സ്വരൂപം. അപ്പം അതുകൊണ്ട് എന്തു പറയണം ആത്മാവിനെ? അപ്രമേയൻ. എന്താണ് അപ്രമേയൻ? അപ്രമേയൻ ചെന്തർത്ഥം? പ്രമാണങ്ങളെ കൊണ്ട് അറിയാൻ പറ്റും. അത്രയ്ക്ക് ആ ഒറ്റ വാക്കിൻ്റെ അർത്ഥപ്പ പറഞ്ഞതൊക്കെ ഏതാണ്?
അപ്രമേയൻ എന്ന് പറഞ്ഞ പ്രമാണം കൊണ്ട് അറിയാൻ പറ്റില്ല. അതാണ്. അപ്പം എന്തൊക്കെയായി? നിത്യനും നിത്യസ്യ അനാശിനഃ നാശമില്ലാത്തതും അപ്രമേയസ്യ പ്രമാണങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തവനും ആയ ശരീരിണഃ ആത്മാവിൻ്റേതാണ് എന്ത്? ഇമേ ദേഹാഹ ഉക്കതാഹ അതിൻ്റേതാണത്ര ഈ ദേഹങ്ങൾ എന്ന് പറയപ്പെട്ടിരിക്കണു. ആര്? ശാസ്ത്രങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അർജുന തസ്മാത്, അപ്പം ഈ ആത്മാവിൻ്റേതാണ് ശരീരങ്ങളൊക്കെ എന്താവും? അന്തവന്ത എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിനൊക്കെ അവസാനം ഉണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവും, ആദ്യം ഉണ്ടെങ്കിൽ അവസാനം ഉണ്ടാവും. അത് രണ്ടും ഉണ്ടതിനെ. അപ്പം അതുകൊണ്ട് ഈ ശരീരിയുടേതാണ് ശരീരങ്ങൾ, ദേഹിയുടെയാണ് ദേഹങ്ങൾ, ആത്മാവിൻ്റേതാണ് ഈ കണ്ട ശരീരങ്ങളൊക്കെ. അല്ലാണ്ട് ശരീരത്തിന് സ്വന്തമായിട്ടൊരു കഥയില്ല. അതുകൊണ്ട് അർജുന ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തസ്മാത്, അതുകൊണ്ട് എന്ത് ചെയ്യൂ? യുദ്ധം ചെയ്തോളൂ. എന്തിനാ വെറുതെ അന്തല്ലാണ്ടിരിക്കുന്നത്? യുദ്ധസ്വ എന്താണ്? യുദ്ധസ്വ. തസ്മാത് യുദ്ധസ്വ എന്ന് പറഞ്ഞപ്പം ഒരു സംശയം. അർജുനനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുക ഭഗവാൻ? യുദ്ധം ചെയ്യടോ, എന്താ പറഞ്ഞത്? അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കണം. നല്ല സമ്പ്രദായമാണ്. നമ്മളെന്തിനാ പുസ്തകം വായിക്കണത്? ഇത് കേട്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ പലരും പറഞ്ഞത് ഭഗവത്ഗീത യുദ്ധത്തിന് പ്രേരിപ്പിക്കണോ. ചില മുറിവൈദ്യന്മാരുണ്ട്. ആരാണ്? അത് മുഴുവനൊന്നും വായിച്ചിട്ടുണ്ടാവില്ല, ഭാരതം കണ്ടിട്ടും ഉണ്ടാവില്ല. കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നത്. നോക്കൂ, വാസ്തവത്തിൽ ഇവിടെ നീ യുദ്ധം ചെയ്യൂ അർജുന എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നമ്മളോട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധം ചെയ്യാനാണോ? ഈ ഭഗവത്ഗീത വായിച്ചിട്ട് അർജുനൻ അല്ലാതെ വേറെ ആരെങ്കിലും യുദ്ധം ചെയ്തത് കേട്ടിട്ടുണ്ടോ? ഭഗവത്ഗീത വായിക്കാത്തവരൊന്നും പഴയ കാലത്ത് വിദ്വാൻമാരുടെ കൂട്ടത്തിലില്ല. അവരാരും ഗാന്ധിജി പറഞ്ഞായിരുന്നു ഗീത എൻ്റെ അമ്മയാണെന്ന്. ഭഗവത്ഗീത നമ്മുടെ പേര് ഗീത എന്നല്ല, വേറെ എന്തോന്നാണ് കേട്ടാ. നമുക്കൊന്നും ഗീത പറഞ്ഞുള്ള പേരുണ്ടല്ലേ നമ്മുടെ നാട്ടിലെ അമ്മമാർക്കൊക്കെ? ഗീതാകുമാരി, അങ്ങനെയൊക്കെ ഓരോ പേരുണ്ടല്ലേ ഇന്ന് നമ്മുടെ ഇടയിൽ. അപ്പം ഭഗവത്ഗീത എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അമ്മയുടെ പേരെന്നല്ല അർത്ഥം. ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഗ്രന്ഥം എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ ഊർജവും അറിവും സംസ്കാരവും വെളിച്ചവും പ്രാപ്തിയും തന്ന് എന്നെ വളർത്തി ഞാനാക്കിയത് എന്നർത്ഥം. അമ്മ എന്നുള്ള വാക്കിന് അത്രയ്ക്ക് അർത്ഥമുണ്ട്. എന്തൊക്കെ അർത്ഥം? എന്നെ സംസ്കാരവും സമ്പ്രദായവും അറിവും വെളിച്ചും ബോധവും ലോകത്തിൽ വ്യവഹരിക്കാൻ വേണ്ട വിശിഷ്ടമായ സംസ്കൃതിയും തന്ന് എന്നെ ഞാനാക്കി പോഷിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചത് എൻ്റെ അമ്മയാണ്. ആ അമ്മ ആരാണ്? ഭഗവത്ഗീതയാണ് എന്ന് പറയുമ്പോൾ അർത്ഥവ്യാപ്തി മനസ്സിലായില്ലേ? ഇദ്ദേഹം എവിടെയും പോയി യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഗാന്ധിജി ഇല്ല. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു. ഇവിടെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യസ്വാമികൾ പറയും യുദ്ധസ്വ എന്നുള്ളത് വിധിയല്ല അനുവാദമാണ് എന്ന് പറയും. എന്താണ്? യുദ്ധസ്വ എന്നുള്ളത് വിധിയല്ല അനുവാദമാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വിധിയല്ല അനുവാദം. ഇത് പുതിയൊരു ഇടാകൂടാണല്ലോ ഇപ്പോൾ വന്നത്. ഇത്ര നേരം വരാത്തൊരു സാധനമല്ലേ? വിധിയല്ല ആണ്. വിധി എന്താർത്ഥം? യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിധി മനസ്സിലാവും. വിധി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചെയ്യോ, യുദ്ധം ചെയ്യൂ പറ്റും. കൽപ്പനയാണോ? ഒരു നിർദ്ദേശം ചെയ്തേ പറ്റുള്ളൂ. അതല്ല, ഇവിടെ അനുവാദമാണ്. എന്താ വിധിയും അനുവാദം തമ്മിൽ വ്യത്യാസം? അത് നമ്മൾ പോയിട്ട് കാപ്പിയൊക്കെ കഴിച്ചിട്ട് വന്നോളൂ എന്നിട്ട് പറയാം.